ഭാഗവത ശ്രവണത്തിന് ചില പ്രത്യേകതകളുണ്ട്. അതിൽ പറയുന്നു, ഭാഗവതം ഒരു ചരിത്ര സംഭവം എന്നുള്ള രീതിയിലല്ല, മറിച്ച് ഭാഗവതത്തിലെ ആനന്ദത്തെ അനുഭവിക്കണം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഭാഗവതത്തിലെ സ്തുതികൾക്ക് വളരെ വലിയ ഒരു സ്ഥാനമുണ്ട്. ഏകദേശം 32-ൽ കൂടുതൽ സ്തുതികൾ ഭാഗവതത്തിലുണ്ട്. അപ്പം നമുക്ക് പൊതുവെ സ്തുതികളുടെ ഒരു രീതികളും ഒക്കെ എന്താണ് എന്ന് ഒന്ന് നോക്കാം. അതാണ് വിചാരിക്കുന്നത്. സ്തുതി അല്ലെങ്കിൽ സ്തോത്രം നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ്. അത്ര തന്നെ നമ്മൾ കവചമൊന്നും ചൊല്ലാറില്ല. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ചൊല്ലുന്നത് സ്തോത്രമാണ്. കാരണം കവചമൊക്കെ ചൊല്ലണമെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധയൊക്കെ വേണം. സ്തോത്രം ആർക്ക് വേണമെങ്കിലും ചൊല്ലാം, ഒരു കുഴപ്പവുമില്ല. ഇതിൻ്റെ അർത്ഥം പറയുന്നത് സ്തൂയത്തെ അനേന ഇതി സ്തോത്രം എന്നാണ്. ഭഗവാനെ നമ്മൾ ആ മനസ്സ് തുറന്ന് വിളിക്കുന്നത്, അതാണ് ശരിക്കു പറഞ്ഞാൽ സ്തോത്രം. ഭഗവാനെയാണ് അവിടെ നമ്മൾ പരാമർശിക്കുന്നത്. ഇനി ഈ സ്തോത്രത്തിലെ വിഷയങ്ങൾ എന്തൊക്കെ വരാം? പല വിഷയങ്ങൾ വരാം സ്തോത്രത്തിലെ. ഒന്ന്, ഭഗവാന്റെ സാകാര രൂപ വർണ്ണന. നമ്മൾ കേശാദിപാദം പാദാദികേശ വർണ്ണന ഒക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ സാകാര രൂപ വർണ്ണന സാധിക്കും. അത് സ്തോത്രത്തിൽ കാണാറുണ്ട്. ഇനി അതല്ലെങ്കിലോ, മനസ്സിനെ ഭഗവാനിൽ ഏകാഗ്രമാക്കാനുള്ള വഴികൾ, അത് സ്തോത്ര രൂപത്തിൽ ഉണ്ട്. മറ്റൊന്ന്, ഭഗവാന്റെ ആ ലീലാവിലാസങ്ങളുടെ നല്ല ചമത്കാരപൂർണമായിട്ടുള്ള വർണ്ണന, ഭഗവത് മഹിമ, ഭഗവത് തത്വ നിരൂപണം, പിന്നെ ആ മോക്ഷത്തിലേക്കുള്ള വഴി, ഇതെല്ലാം സ്തോത്ര രൂപത്തിൽ നമുക്ക് ലഭിക്കും. ഇനി സ്തോത്രം നോക്കിയാലോ. സ്തോത്രത്തിലെ ശ്ലോക സംഖ്യ അനുസരിച്ച് സ്തോത്രങ്ങളെ പറയാറുണ്ട്. ഇപ്പം പഞ്ചകം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അതിൽ 5 ശ്ലോകങ്ങളായിരിക്കും ഉള്ളത്. ബ്രഹ്മവിദ്യ പഞ്ചകം. ഗുഹാഷ്ടകം, അപ്പം എത്ര വരും? 8 ശ്ലോകങ്ങളാണ് ഉള്ളത്. ദൈവദശകം, അപ്പം എത്ര വരും? 10 ശ്ലോകങ്ങൾ. ആത്മവിദ്യോപദേശ ശതകം, അപ്പോൾ അവിടെ 100 ശ്ലോകങ്ങൾ. സഹസ്രത്തിൻ്റെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം. അങ്ങനെ സ്തോത്രങ്ങളുടെ സംഖ്യയുടെ അനുസരിച്ചും ഇവയ്ക്ക് പേരൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം ഇതിൽ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് സ്തോത്രത്തിലെ വിഷയങ്ങൾ എന്തൊക്കെ എന്നുള്ളതിന് ആദ്യമായിട്ട് പറഞ്ഞത് ഭഗവാന്റെ സാകാര രൂപ വർണ്ണന. അപ്പം ഈ ഭഗവാന് രൂപം കൊടുത്തത് ആരാണ്? നമ്മൾ ഓരോ രൂപം കാണുന്നുണ്ടല്ലോ. മഹാദേവന് ഇന്ന രൂപം, മഹാവിഷ്ണുവിന് ഇന്ന രൂപം. ആരോ കൊടുത്തു, അല്ലെങ്കിൽ ആരാണ് കൊടുത്തതെന്ന് നമുക്കറിയില്ല. പക്ഷേ ആചാര്യന്മാർ പറയുന്നു, ഒരു കാര്യം ഉറപ്പാണ്, ആരേത് രൂപം കൊടുത്താലും അയാളുടെ ഒരു ശൈലി അതിൽ കാണും. നമ്മളതിനെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് നോക്കുന്നത് ഗണപതി ഭഗവാനെ വരയ്ക്കുമ്പോഴാണ്. എത്ര തരത്തിലാണ് ആളുകൾ ഗണപതി ഭഗവാനെ വരയ്ക്കുന്നത് അല്ലേ? ചിലപ്പോൾ എന്താ ഒരു ഇങ്ങനെ ഒരു വരയും കാണും, എന്തെങ്കിലും കാണും. അത് പക്ഷെ നമുക്ക് നോക്കിയാൽ അറിയാം ഗണപതി ഭഗവാനാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ വരയ്ക്കാൻ പറ്റുന്നു? അദ്ദേഹത്തിൻ്റെ ശൈലി അതിലുണ്ട്. അദ്ദേഹത്തിലൂടെ കടന്നു വരുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഒരു ടച്ച്, സിഗ്നേച്ചർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതവിടെ കാണും. ഇത് തന്നെയാണ് ഭഗവാന്റെ രൂപങ്ങളിലും സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രൂപം ഭഗവാന് കൊടുക്കാം. പഴുതാരയോ തേരട്ടയോ ഒക്കെ നമുക്ക് ഭഗവാനാക്കാം. നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. എന്തിനേയും നമുക്ക് ഭഗവാനാക്കാം. ഭഗവാൻ ഏതു രൂപവും നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പം ആ രീതിയിൽ നോക്കിയാൽ ഓരോരുത്തരുടെയും സവിശേഷമായ ശൈലിക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. അതിന് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഇപ്പം നമുക്ക് കുറച്ച് പച്ചക്കറികളും സാധനങ്ങളും എല്ലാം തന്നിട്ടുണ്ട്. നമ്മളോട് തോരനുണ്ടാക്കാനും അവിയലുണ്ടാക്കാനും പറഞ്ഞു. ഇവിടെ പല ഗ്രൂപ്പുണ്ട്. എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന ഒരേ പച്ചക്കറി ആണെങ്കിലും ഓരോരുത്തരുണ്ടാക്കുമ്പോൾ പഴയിടം തിരുമേനി ഉണ്ടാക്കുന്ന പായസത്തിൻ്റെ സ്വാദാണോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ? അതേ സാധനങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കിയാലും വ്യത്യാസമായിരിക്കും. ഒരു വീട്ടിലുള്ള 2 പേരുണ്ടാക്കുന്ന കാപ്പിയുടെ സ്വാദ് വ്യത്യാസമായിരിക്കും. അപ്പോൾ ശൈലി നമ്മളിലൂടെ കടന്നു വരുമ്പോൾ അവിടെ എന്താണ്? നമ്മളുടേതായിട്ടുള്ള ഒരു ശൈലി അവിടെ കടന്നു വരും.
പിന്നെ നമ്മൾ കുറേയൊക്കെ ഭഗവാന്റെ രൂപങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ധ്യാന ശ്ലോകങ്ങളുണ്ട് നമ്മുടെ വേദങ്ങളിലും മറ്റ് ഗ്രന്ഥങ്ങളിലുമൊക്കെയുള്ള ധ്യാന ശ്ലോകങ്ങൾ. ആ ധ്യാന ശ്ലോകങ്ങളിൽ ഭഗവാന്റെ ആ ഒരു രൂപത്തെ ചിലയിടങ്ങളിൽ വർണ്ണിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ശക്തി എന്നൊക്കെ പറയുന്നത് ഊർജമായിട്ട് മാത്രമാണ് വേദത്തിൽ കൂടുതൽ പറയുന്നത്. ഇപ്പം നീലാ സൂക്തം, രാത്രി സൂക്തം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഊർജമായിട്ടാണ് കൂടുതൽ പറയുന്നതെങ്കിലും ചില സ്ഥലങ്ങളിൽ ഇപ്പം ഗണപതി അഥർവശീർഷം എടുത്തു കഴിഞ്ഞാൽ അതിൽ നോക്കിയാൽ ഭഗവാന്റെ രൂപത്തിൻ്റെ വർണ്ണനയുണ്ട് ഇടയ്ക്കൊരു ഭാഗത്തായിട്ട്. ഏകദന്തം ചതുർഹസ്തം പാശമങ്കുശധാരിണം രഥം ച വരദം ഹസ്തൈ ബിഭ്രാണം മൂഷികധ്വജം രക്തം ലംബോദരം ശൂർപകർണകം രക്തവാസസം രക്തഗന്ധാനുലിപ്താംഗം രക്തപുഷ്പൈ സുപൂജിതം. ഈ ഭാഗം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഗണപതി ഭഗവാന്റെ രൂപം നമുക്ക് മനസ്സിൽ വരും. ഏകദന്തം മനസ്സിലായില്ലേ? എല്ലാവർക്കും പിടികിട്ടി. ചതുർഹസ്തം 4 കൈകളുണ്ട്. അതിലെന്തൊക്കെയാ? പാശമങ്കുശധാരിണം രഥം രഥം ഒറ്റക്കൊമ്പനല്ലേ? രഥം ഒരു കയ്യില് ഒരു കൊമ്പുണ്ട്. രഥം വരദം ഹസ്തൈ ബിഭ്രാണം മൂഷകധ്വജം രക്തം ലംബോദരം ലംബോദരാണെന്ന് പിന്നെ എല്ലാവർക്കും അറിയാം അല്ലേ? എത്ര വലിയ കൊടവയറാണ്! ആൾക്ക് നല്ല ചുവന്ന ശരീരമാണ്, ചുവപ്പ് പട്ടുവസ്ത്രം ധരിച്ചിരിക്കുന്നു, ചുവന്ന പൂക്കൾ ഇഷ്ടമുള്ളവൻ. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ അധികം കേട്ടിട്ടില്ല, പക്ഷെ പറയുന്നു രക്തപുഷ്പൈ സുപൂജിതം. ഗണപതി ഭഗവാന് നല്ല ചുവന്ന പൂക്കളൊക്കെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഏകദേശം ഇവിടെ രൂപം നമുക്ക് ലഭിക്കുന്നു. പക്ഷേ ചിലർ പറയാറുണ്ട് ഭഗവാന് രൂപമില്ല എന്ന്, ചിലർ പറയാറുണ്ട് ഭഗവാന് രൂപമുണ്ട് എന്ന്. അപ്പൊ ഇതിലേതാണ് ശരി? ഭഗവാന് രൂപം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നീരാവി സൂക്ഷ്മമാണ്, അധികം കാണാൻ സാധിക്കില്ല. നമ്മൾ കാണാൻ സാധിക്കില്ല എന്ന് വെച്ചോളൂ. കാരണം നമ്മൾ ഈ ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഏകദേശമേ പറയാൻ പറ്റൂ, വളരെ കൃത്യതയോടുകൂടി നമുക്ക് പലപ്പോഴും പറയാൻ പറ്റില്ല. ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദാഹരണങ്ങൾ പറയുന്നു എന്ന് മാത്രം. അപ്പം നീരാവിയായിട്ടിരിക്കുന്ന സാധനം സൂക്ഷ്മമാണെന്ന് വെക്കുക, നമ്മുടെ കണ്ണിന് പെട്ടെന്ന് കാണാൻ സാധിക്കില്ല. ആ നീരാവി ജലമാകുമ്പോഴോ നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷെ ജലത്തിന് ആകൃതിയുണ്ടോ? ഇല്ല. ഏത് പാത്രത്തിൽ ഒഴിക്കുന്നോ അതിൻ്റെ അനുസരിച്ചുള്ള ആകൃതി വരും. ഇനി അത് ഐസ് കട്ടയാവുമ്പോഴോ അതിന് ആകൃതിയുമുണ്ട്. അതായത് ഒരു വസ്തുവിനും സ്ഥായിയായിട്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ഭാവമില്ല. സാഹചര്യം മാറുന്നതനുസരിച്ച് ആകൃതി മാറും. അപ്പം അങ്ങനെയാണെങ്കിൽ സ്ഥൂലമായിട്ടുള്ള ഈ ഒരു വസ്തുവിൻ്റെ കാര്യത്തിൽ പോലും സൂക്ഷ്മാവസ്ഥയിൽ നിന്നും സ്ഥൂലാവസ്ഥയിലേക്ക് മാറാമെങ്കിൽ പ്രപഞ്ചത്തിലെ ഈശ്വര ചൈതന്യത്തിന്, ആ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തിന് ഏത് രൂപമാണ് എടുക്കാൻ പാടില്ലാത്തത്? അപ്പോൾ ഈശ്വരൻ സൂക്ഷ്മമാണ്. പക്ഷേ ഈശ്വരൻ എന്തിനാണ് സ്ഥൂലമായത്? നമുക്ക് സൂക്ഷ്മത്തിനെ മനസ്സിലാക്കാൻ അത്ര ബുദ്ധി ഇല്ലാത്തത് കൊണ്ട്. നമുക്ക് സ്ഥൂലം വേണം, പേര് വേണം, ആകൃതി വേണം, എന്നാലേ മനസ്സിലാക്കാൻ സാധിക്കൂ. ഇപ്പം ഇവിടെ നമ്മൾ ഉദിചൈതന്യജി എന്ന് നമ്മൾ പറയും. ഓരോരുത്തർ എന്നെ പറഞ്ഞു, സരിത അയ്യർ, ഓരോരുത്തരെ പറയുമ്പോൾ ആ എൻ്റെ ആകൃതിയും എൻ്റെ പേരും പറയുമ്പോൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് ഓർമ്മ വരും. അതല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? അപ്പം നമുക്ക് വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഈ സ്ഥൂല രൂപങ്ങൾ. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള സ്ഥൂല രൂപമെടുത്ത ഭഗവാനെ നമ്മൾ വർണ്ണിക്കുന്നു. ഈ രൂപത്തിന് നമ്മൾ പറയുന്ന പേരാണ് സാകാര രൂപം. ഭഗവാന്റെ ആ രൂപമില്ലാത്ത സൂക്ഷ്മ രൂപത്തിന് പറയുന്നത് നിഷ്കള രൂപം. ഇവിടെ ഇപ്പോൾ പറയുകയും ചെയ്തു ആ നിഷ്കള രൂപം. സാകാര രൂപമാകുമ്പോൾ അത് ഇപ്പോൾ ഉദാഹരണത്തിന് ക്ഷേത്രത്തിലൊക്കെ ആണെങ്കിൽ തന്ത്രി തൻ്റെ പ്രാണ ഊർജത്തിനെ വിഗ്രഹത്തിലേക്ക് സംക്രമിപ്പിക്കുന്നു. അപ്പം ശരിക്കും അവിടെ ആരുടെ ഊർജമാണ് വിഗ്രഹത്തിലേക്ക് വരുന്നത്? തന്ത്രിയുടെ ഊർജമാണ്. അവിടെ അതുകൊണ്ട് അത് സകളമാണ്, നിഷ്കളമല്ല. അവിടെ തന്ത്രിയുടെ ഊർജം അതിൽ കലർന്നിട്ടുണ്ട്. നേരെ മറിച്ച് സൂര്യൻ എന്ന് പറയുന്നത് നിഷ്കളമാണ്. എന്നാൽ ക്ഷേത്രത്തിലെ സൂര്യവിഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? അത് സകളമാണ്. അത് തന്ത്രിയിലൂടെയാണ് വന്നത്. ഈ സകള രൂപത്തിനെ, സാകാര രൂപത്തിനെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്തിനാണ്?
പതുക്കെ ആ നിരാകാരത്തിലേക്ക് നമ്മളുടെ ആ ഒരു മനസ്സിനെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ സാകാര രൂപ വർണ്ണനയാണ് സ്തോത്രത്തിലെ ഒരു വിഷയം. പക്ഷെ അതിൽ തന്നെ 2 തരത്തിലുള്ള സാകാര രൂപ വർണ്ണനയുണ്ട്. ഒന്ന് കേശാദിപാദ വർണ്ണന, 2 പാദാദികേശ വർണ്ണന. ഇത് രണ്ടും 2 സ്ഥലങ്ങളിലാണ് പൊതുവെ കാണപ്പെടുന്നത്. കേശാദിപാദ വർണ്ണനകൾ ഭക്തിശാസ്ത്ര ഗ്രന്ഥങ്ങളിലാണ് കാണുന്നത്. പാദാദികേശം എന്ന് പറഞ്ഞാൽ അഷ്ടാംഗ യോഗമൊക്കെ ശീലിക്കുന്ന യോഗികളുടെ ധ്യാനത്തിൻ്റെ രീതിയാണ്. അപ്പം ഇതിന് കുറേ ഉദാഹരണങ്ങൾ നോക്കാം. ആചാര്യന്മാർ പൊതുവെ പറയാറുണ്ട്, പ്രമാണം വെച്ച് പറഞ്ഞില്ലെങ്കിൽ അവരെ അപ്രാമാണികർ എന്ന് പറയും. എന്ത് പറയുമ്പോഴും പ്രമാണം വെച്ച് പറയണം, എന്നാലേ പ്രാമാണികരാകൂ എന്ന്. നമുക്ക് കുറച്ച് ഗ്രന്ഥങ്ങൾ എടുത്തിട്ട് ഭക്തിശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ആ കേശാദിപാദ വർണ്ണന എങ്ങനെ കൊടുത്തിരിക്കുന്നു എന്ന് നോക്കാം. പിന്നീട് കുറച്ച് സ്തോത്രങ്ങൾ എടുത്തിട്ട് പാദാദികേശ വർണ്ണന എങ്ങനെ കൊടുത്തിരിക്കുന്നു, ഈ ധ്യാനം എങ്ങനെയാണ് എന്ന് നോക്കാം. അതിലാദ്യം തന്നെ നാരായണീയം എടുക്കാം. നാരായണീയത്തിലെ 1-ാമത്തെ അധ്യായം എങ്ങനെയാ തുടങ്ങുക? സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിപ്യാം നിർമുക്തം നിത്യമുക്തം. ഇവിടെ 1-ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ നിഷ്കള രൂപത്തിനെയാണ് പറയുന്നത്, അല്ലേ? സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശ, ഒന്നിനും ബാധകമല്ലാത്ത നിർമുക്തം നിത്യമുക്തം, ആ പരബ്രഹ്മത്തിനെ പറ്റി, ഭഗവാന്റെ നിഷ്കള രൂപത്തിനെ പറ്റി 1-ാമത്തെ അധ്യായത്തിൽ നാരായണീയത്തിൽ വർണ്ണിക്കുന്നു. ഇനി 2-ാമത്തെ അധ്യായത്തിലേക്ക് വന്നു കഴിഞ്ഞാലോ, സൂര്യസ്പർത്തി കിരീടമൂർധ്വതിലകം. അവിടെ വന്നപ്പോൾ എന്താണ്? ഭഗവാന്റെ കിരീടം തൊട്ട് പറയാൻ തുടങ്ങി, തിലകം ഒക്കെ പറയാൻ തുടങ്ങി. അപ്പം അവിടെ എന്തു വന്നു? സൂര്യസ്പർദ്ധി കിരീടം എന്ന് പറഞ്ഞാൽ എവിടെ വാ? തലയുടെ മുകളിലല്ലേ കിരീടം വെക്കുക. അപ്പം അത് ഏത് വർണ്ണനയാണ്? കേശാദിപാദ വർണ്ണന. അപ്പം 2-ാമത്തെ അധ്യായത്തിൽ നാരായണീയത്തിൽ ഭഗവാന്റെ കേശാദിപാദ വർണ്ണന വരുന്നു. ഇനി ഏറ്റവും അവസാനത്തെ അധ്യായത്തിലോ, അവിടെയും ഭഗവാന്റെ കേശാദിപാദ വർണ്ണന വരുന്നുണ്ട്. അപ്പോഴെന്താണ് പ്രശ്നം? ഈ ആവർത്തിക്കുന്നത് ചില ദോഷകരമാണ് എന്ന് പറയും. പുനരുക്തി ദോഷം. കവിതകളിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഈ കച്ചേരിയിലൊക്കെ ആണെങ്കിൽ വരികൾ ആവർത്തിക്കാം, പക്ഷെ ചില സ്ഥലങ്ങളിൽ നിബന്ധനയുണ്ട്, ആവർത്തിക്കാൻ പാടില്ല. ഇപ്പം 2-ാമത്തെ അധ്യായത്തിലും കേശാദിപാദം വർണ്ണിച്ചിരിക്കുന്നു, പിന്നെ നാരായണീയത്തിൻ്റെ അവസാന ഭാഗത്തും കേശാദിപാദം വർണ്ണിച്ചിരിക്കുന്നു. ഭട്ടതിരിപ്പാടിന് ഈ റൂൾ അറിയാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നു. 2-ാമത്തെ അധ്യായത്തിലെ കേശാദിപാദ വർണ്ണന ശ്രീശുകൻ കണ്ട നാരായണനെ കേട്ടറിഞ്ഞ മേൽപ്പത്തൂര് എഴുതിയിരിക്കുന്നതാണ്. ശ്രീശുകൻ പറഞ്ഞ ഭഗവാനെ, അല്ലേ, അതിനെപ്പറ്റി മേൽപ്പത്തൂര് കേട്ടു, അത് വെച്ച് മേൽപ്പത്തൂര് വർണ്ണിച്ചു. ഏറ്റവും അവസാനത്തേതോ അഗ്രേ പശ്യാമി, തൊട്ടടുത്ത് നേരിട്ട് കണ്ട ഭഗവാനെ വർണ്ണിച്ചു. ഇതാണ് വ്യത്യാസം. മറ്റേത് ശ്രീശുകൻ വർണ്ണിച്ചതിനെ വർണ്ണിച്ചു, ഏറ്റവും അവസാനം ഉള്ളതിലോ താൻ സ്വയം കണ്ട ഭഗവാനെ വർണ്ണിച്ചു. എന്തോ രണ്ടും ഒരേ രൂപമായി. അത് എന്ത് ചെയ്യാനാ? ഭഗവാന്റെ രൂപമല്ലേ. ഇത് രണ്ടും ഒരേപോലെയായി. അപ്പം അതുകൊണ്ട് ഈ ഒരു വ്യത്യാസം അവിടെ കാണുന്നുണ്ട്. അപ്പം നാരായണീയത്തിൽ ഈ രീതിയിൽ കേശാദിപാദ വർണ്ണനയാണ്, സൂര്യസ്പർത്തി കിരീടം എന്നൊക്കെ ഉള്ളത്. ഇനി അടുത്തൊരു സ്തോത്രം എടുത്താൽ, ഭാരതത്തിലെ സ്തോത്രങ്ങൾ എന്നല്ലേ പറയുന്നത്, അപ്പം നമുക്ക് കുറേ എടുക്കാം. മുകുന്ദമാല കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? ഈ ബുദ്ധൻ ഭഗവാന് ശേഷം അന്ന് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഭക്തന്മാരായിരുന്നു ഈ ആഴ്വാർമാർ. 12 ആഴ്വാർമാർ എന്ന് പറയും. അവരെല്ലാവരും വലിയ ഭക്തരായിരുന്നു. അതിൽ ഏറ്റവും മഹിമയാർന്ന ഒരു ഭക്തനായിരുന്നു കുലശേഖര ആഴ്വാർ. ഈ ആഴ്വാർ കേരളത്തിൻ്റെ തെക്ക് ദേശം ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു. പക്ഷെ അതോടൊപ്പം അദ്ദേഹം വളരെ വലിയ ഭക്തനുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ രാജ്യമെല്ലാം ഉപേക്ഷിച്ച് തമിഴ്നാട്ടിലെ ശ്രീരംഗത്തിൽ പോയി ആ ക്ഷേത്രത്തിൽ താമസമാക്കി എല്ലാ ദിവസവും ക്ഷേത്രത്തിലെ പടികളിൽ കിടന്ന് ഉരുളും. ഭക്തന്മാരുടെ ആ പാദപാംസുക്കൾ തൻ്റെ ശരീരത്തിൽ പതിക്കാനായിട്ട്. എന്തിനാണ്?
ഭക്തജനങ്ങളും സന്യാസിമാരും സാധകന്മാരും ചവിട്ടിയ കല്ലിൽ പോലും അസാമാന്യമായിട്ടുള്ള ഊർജം കാണും, ചൈതന്യം കാണും. ആ ധൂളികൾ നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ ആ ഊർജം നമ്മളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതുകൊണ്ടാണ് യാനി കാനിച്ച പാപാനി ജന്മാന്തര കൃതാനിജ താനി താനി വിനശ്യന്തി പ്രദക്ഷിണ പതേ പതേ, അതുപോലെ ശയനപ്രദക്ഷിണമൊക്കെ ചെയ്യുന്ന അതാണ്. ഭക്തന്മാരുടെ പാദധൂളികൾ നമ്മളുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ, വേണമെങ്കിൽ നമുക്ക് പറയാം നല്ല പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നെഗറ്റീവ് എനർജിയൊക്കെ കരിഞ്ഞില്ലാതെയാകും. ദർ ഈസ് സം ലോജിക് ബിഹൈൻഡ് ദിസ്. അപ്പം അങ്ങനെയുള്ള കുലശേഖര ആഴ്വാർ ധാരാളം തമിഴിലും സംസ്കൃതത്തിലും സ്തോത്രങ്ങൾ രചിക്കുമായിരുന്നു. അപ്പം അദ്ദേഹം രചിച്ച വളരെ പ്രശസ്തമായിട്ടുള്ള സ്തോത്രമാണ് മുകുന്ദമാല. പേര് കേട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം, മുകുന്ദൻ്റെ നാമങ്ങൾ അല്ലെങ്കിൽ കീർത്തനങ്ങൾ മാലയായിട്ട് കോർത്തത്. ഇത് സംസ്കൃതത്തിലാണ്. വളരെ ഗംഭീരമായിട്ടുള്ള ശ്ലോകമാണ്. ഭാരതത്തിലെങ്ങും ഒരു കാലത്ത് വളരെയധികം പ്രചാരത്തിലുണ്ടായിരുന്നതാണ്. ബർമ്മയിൽ വളരെയധികം പ്രചാരത്തിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇത്രമാത്രം ഗംഭീരമായതുകൊണ്ട് ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലെ ഗംഭീരാനന്ദ സ്വാമിജിയും മൃഡാനന്ദ സ്വാമിജിയും ഒക്കെ ഇതിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അപ്പം ഈ മുകുന്ദമാലയും ശരിക്ക് കേശാദിപാദ വർണ്ണന പറയുന്നുണ്ട്. അതിൽ കുറച്ച് ഭാഗം, പക്ഷെ അതിൽ പ്രധാനമായിട്ട് ചെറിയ രീതിയിൽ ഭഗവാന്റെ പാദത്തെ പറ്റി വർണ്ണിക്കുന്നുണ്ട്. അപ്പം ഈ പാദത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഇതെല്ലാം വന്നു നിൽക്കുന്നത് പാദത്തിലാണ്. നമ്മൾ നാരായണീയം എടുത്തു കഴിഞ്ഞാൽ അവസാനത്തെ ശ്ലോകമൊക്കെ നമ്മൾ ചൊല്ലില്ലേ, യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകുസലയം നാഥാതേ പാദമൂലം. അപ്പം ഇവിടെ ഈ കേശാദിപാദ വർണ്ണനയിൽ ആ ശ്ലോകം വന്ന് നിൽക്കുന്ന എവിടെയായിരിക്കും? പാദത്തിലായിരിക്കും. അതായത് ശരണാഗതി ഭാവമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേശാദിപാദ വർണ്ണനയിൽ. ഈ മുകുന്ദമാലയിൽ രാജാവ് പറയുന്നതും ഇതാണ്: ഭഗവാനെ, എനിക്ക് കഴിഞ്ഞ ജന്മങ്ങളിൽ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ എനിക്ക് അതിനെപ്പറ്റി ഒന്നും ഓർത്ത് വലിയ വിഷമമൊന്നുമില്ല. കാരണം അതനുസരിച്ചാണല്ലോ ഈ ജന്മത്തിൽ നമ്മുടെ കർമ്മങ്ങൾ. അതൊന്നുമില്ല. എനിക്ക് സ്വർഗത്തിൽ പോകണമെന്നോ ഇന്ന സ്ഥലങ്ങളിൽ പോകണമെന്നോ ഒന്നുമില്ല. കാമഭോഗങ്ങളിലൊന്നും താല്പര്യമില്ല. എനിക്ക് ധനത്തിലും താല്പര്യമില്ല. എനിക്കാകെ ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ താല്പര്യമുള്ളൂ, അത് അങ്ങയുടെ പാതാരവിന്ദങ്ങളാണ്. അപ്പം എവിടെ നോക്കിയാലും ഈ ശരണാഗതി ഭാവം കാണാം. ഭക്തിയുടെ ഏറ്റവും ആ അടിസ്ഥാനപരമായിട്ടുള്ള ഭാവം എന്ന് പറയുന്നത് ശരണാഗതിയാണ്. ഇംഗ്ലീഷിൽ നമ്മൾ സറണ്ടർ എന്നൊക്കെ പറഞ്ഞാലും സറണ്ടർ എന്ന് പറഞ്ഞാൽ ആരോ ആർക്ക് കീഴ്പ്പെടുത്തി ബലമായിട്ട് കീഴ്പ്പെടുത്തുന്നത് പോലെയാണ്. അപ്പോൾ മുകുന്ദമാലയിലും നമുക്ക് ഈ ശരണാഗതി ഭാവം നമുക്ക് കാണാൻ സാധിക്കും. ഇനി സൗന്ദര്യലഹരി എടുത്താൽ അവിടെ ആദിശങ്കരാചാര്യർ ഒരു ഭക്തി സ്തോത്ര ഗ്രന്ഥമായിട്ടാണ് രചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയും ദേവിയുടെ കേശാദിപാദ വർണ്ണനയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി വെങ്കടേശ്വര സുപ്രഭാതം എടുത്താലോ, വെങ്കടേശ ശരണം ശരണമഹം പ്രപദ്യേ എന്നല്ലേ പറയുന്നത്, പ്രപത്തി. അതും ശരിക്കും ആ ശരണാഗതി ഭാവത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. എത്രയോ സ്തുതികളുണ്ട്. ഇനി ശ്രീമദ് ഭാഗവതം എടുത്താൽ നളകൂപര മണിഗ്രീവന്മാര് നല്ലതുപോലെ കുറെ കുരുത്തക്കേടൊക്കെ ചെയ്തതുകൊണ്ട് മുഴുവൻ പറയാൻ സമയമില്ല. നാരദ മഹർഷിയുടെ ശാപം കിട്ടി. അത് കഴിഞ്ഞിട്ട് ശാപമോക്ഷമൊക്കെ ഇന്ന രീതിയിൽ കിട്ടുമെന്ന് പറഞ്ഞു. ആ ഭഗവാൻ പ്രത്യക്ഷമാകുമ്പോൾ അവിടെയും ഭഗവാനെ വർണ്ണിക്കുന്നുണ്ട്. ആ കേശാദിപാദ വർണ്ണന ശ്രീമദ് ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഹിമവത് വിഭൂതികൾ എന്ന് അറിയപ്പെടുന്ന, ഞാൻ ഒന്നിച്ച് പറയുകയാണ് കേശാദിപാദ വർണ്ണനയും പാദത്തിൻ്റെ പ്രാധാന്യവും. ഹിമവത് വിഭൂതികൾ എന്നറിയപ്പെടുന്ന ചിന്മയാനന്ദ സരസ്വതി സ്വാമികളുടെ ഗുരുവായിട്ടുള്ള തപോവൻ സ്വാമികൾ ബദരിയിലിരുന്ന് ശ്രീ ബദരീശ സ്തോത്രം രചിച്ചു. ഗംഭീരമായിട്ടുള്ള സ്തോത്രമാണ്. എത്ര പ്രാവശ്യം വായിച്ചാലാണ് അതൊന്നും കുറച്ചാണെങ്കിലും മനസ്സിലാകുക എന്നറിയില്ല. കാരണം അത്ര ആഴത്തിൽ ഗഹനമായിട്ടുള്ള ഒരു കൃതിയാണ്. ഇതിന് ചിന്മയാനന്ദ സ്വാമിജിയും വളരെ ഗംഭീരമായിട്ടുള്ള വ്യാഖ്യാനം രചിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ശ്ലോകം പറയുന്നത്, വളരെ ഉയർന്ന നരനാരായണ പർവ്വതങ്ങൾക്കിടയിൽ ഉയർന്ന ഒരു പ്രദേശത്ത് പ്രപഞ്ചവൃക്ഷത്തിൻ്റെ ബീജമായിട്ടുള്ള ബദരീശൻ സ്ഥിതി ചെയ്യുന്നു. എത്ര വലിയ ആഴമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. പ്രപഞ്ചവൃക്ഷത്തിൻ്റെ ബീജമായിട്ടുള്ള ബദരീശൻ സ്ഥിതി ചെയ്യുന്നു. ഒന്നാമത്തെ ശ്ലോകം. നേരെ രണ്ടാമത്തെ ശ്ലോകം
തപോവൻ സ്വാമികൾ പറയുകയാണ്, ഈ സംസാര ദുഃഖത്തിൽ നിന്നും കരകയറാൻ ജ്ഞാനയോഗോ കർമ്മയോഗോ രാജയോഗോ ഒന്നുമല്ല, അങ്ങയുടെ പാദങ്ങളിലെ ഭക്തിയാണ് ഏറ്റവും ഉചിതമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചതുർവിധ പുരുഷാർത്ഥങ്ങൾ നമ്മൾ പറയും. അതിൽ 5ാമത്തെ പുരുഷാർത്ഥമായിട്ട് ചിലർ ഭക്തിയെ പറയാറുണ്ട്. കാരണം കുലശേഖര ആൾവാർ പറയുന്നു, എനിക്ക് മോക്ഷം വേണ്ട, മോക്ഷത്തിനേക്കാളും ഉയർന്നതാണ് ഭക്തി എന്ന്. അപ്പോൾ ആ ഭഗവാന്റെ പാദത്തിലെ ശരണാഗതി ഭാവം സ്തോത്രത്തിൽ പലപ്പോഴുമുള്ള ഒരു ഭാവമാണ്. ഇനി ഈ പാദത്തിനെ എന്തുകൊണ്ട് നമ്മൾ നമിക്കുന്നു? ഇപ്പം ആചാര്യനെ നമ്മൾ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാദത്തിലാണ് നമ്മൾ നമസ്കരിക്കുന്നത്, അല്ലേ? പൊതുവെ നമ്മൾ യോഗികളെ, സന്യാസി വര്യന്മാരെയൊക്കെ നമസ്കരിക്കുമ്പോൾ അവരെ സ്പർശിക്കാറില്ല. അപ്പം നമ്മൾ ഭൂമിയിൽ തൊട്ട് നമസ്കരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ തല ഭൂമിയിൽ സ്പർശിച്ച് നമസ്കരിക്കും. അതുപോലെ തന്നെ ഗുരുവിൻ്റെ പാദുകത്തിനാണ് പ്രാധാന്യം, അല്ലേ? ഗുരുപാദുക സ്തോത്രം ഒക്കെ ഉണ്ട്. ഭഗവാനെ തൊഴുമ്പോഴോ നമ്മൾ ഭഗവാന്റെ മൂക്കിൽ തൊട്ടാണോ തലയിൽ വെക്കുക? ഭഗവാന്റെ കണ്ണിൽ തൊട്ടാണോ തലയിൽ വെക്കുക? ഭഗവാന്റെ പാദങ്ങളിൽ തൊട്ടാണ് തലയിൽ വെക്കുന്നത്. അപ്പൊ ഈ പാദത്തിന്റെ പ്രത്യേകത, ശരണാഗതി എന്തിന് പാദങ്ങളിൽ അടയണം? കേശാദിപാദം വർണ്ണിക്കുമ്പോൾ ധ്യാനം വന്ന് നിൽക്കേണ്ടത് പാദത്തിലാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ളതിന് ചിന്മയാനന്ദ സ്വാമിജി ഗംഭീരായിട്ടുള്ള ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. പറയുന്നു, ഒരു ആചാര്യന്റെ പാദം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പാദത്തിന്റെ ആ ഒരു മുട്ടിൻ്റെയും പാദത്തിൻ്റെയും ശക്തിയിലാണല്ലോ ഒരാളുടെ നിലനിൽപ്പ്. ഒരാളുടെ നിലനിൽപ്പിനെ സൂചിപ്പിക്കുന്നതാണ് പാദം. അതായത് അയാൾ ഏത് ആദർശത്തിന് വേണ്ടി, ആശയത്തിന് വേണ്ടി നിലനിൽക്കുന്നു, അതാണ് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ് സൂചിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും സമൂഹത്തിൽ ഒരു നിലനിൽപ്പുണ്ടല്ലേ? നമ്മളെപ്പറ്റി നമുക്കും സമൂഹത്തിനും ഒരു ധാരണയുണ്ട്. അതാണ് സമൂഹത്തിൽ നമ്മളുടെ നിലനിൽപ്പ്. അപ്പോൾ ഈ ഗുരുവിൻ്റെ പാദത്തെ വണങ്ങുന്നത് എന്തിനാണെന്ന് ചിന്മയാനന്ദ സ്വാമിജി പറയുന്നു. ഗുരു തൻ്റെ ജീവിതകാലം മുഴുവൻ ഏത് ആദർശത്തിന് വേണ്ടി, ഏത് ആശയത്തിന് വേണ്ടി നിലകൊള്ളുന്നുവോ അതിനെ നമ്മൾ നമസ്കരിക്കുന്നു. ഇനി ശിരസ് ഭൂമിയിൽ തൊട്ട് എന്തിന് നമസ്കരിക്കണമെന്ന് ചിന്മയാനന്ദ സ്വാമിജി പറയുന്നു. ശിരസ് ഭൂമിയിൽ തൊട്ട് നമസ്കരിക്കേണ്ടതിൻ്റെ ആവശ്യം ഈ ഒരു ഭാവം, ഗുരു ഏത് ആദർശത്തിന് വേണ്ടി, ആശയത്തിന് വേണ്ടി നിലനിന്നുവോ അത് നമ്മളിലേക്കും പകരണ്ടേ? നമ്മളിലേക്കും പകരണമെങ്കിൽ ആദ്യം എന്തിനെ ട്രെയിൻ ചെയ്യണം? മസ്തിഷ്കത്തിനെ പരിശീലിപ്പിക്കണം. നമുക്ക് കൺവിൻസ്ഡ് ആയാലല്ലേ നമ്മളൊരു കാര്യം ചെയ്യൂ. കൺവിൻസ്ഡ് ആയില്ല എങ്കിൽ 1 2 പ്രാവശ്യം ചെയ്യും, വിടും. അത് സ്ഥിരമായിട്ട് നമ്മൾക്ക് നമ്മുടെ ഒരു സ്വഭാവമാകണമെങ്കിൽ നമ്മൾ കൺവിൻസ്ഡ് ആകണം. അപ്പം അതിനെന്ത് വേണം? നമ്മുടെ ഈ മസ്തിഷ്കത്തിനെ പരിശീലിപ്പിക്കണം. ആ മസ്തിഷ്കത്തെ പരിശീലിപ്പിക്കണേ എന്നുള്ളത് കൊണ്ടാണ് ആ മസ്തിഷ്കം ഭൂമിയിൽ തൊട്ട് നമസ്കരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പാദത്തിൻ്റെ മഹത്വം എത്രമാത്രമുണ്ട് എന്ന് ആലോചിക്കുക. പക്ഷെ നമ്മുടെ കുട്ടികളോട് ഇന്ന് ഇതൊക്കെ പറഞ്ഞാലോ? നമ്മുടെ കുട്ടികളോട് പറയുകയാണ്, ഭരതൻ ശ്രീരാമചന്ദ്രൻ്റെ പാദുകമെടുത്ത് പൂജിച്ചു. അയ്യേ, ഫുട്വെയർ, ചപ്പലോ ചെരുപ്പെടുത്ത് പൂജിച്ചോ എന്നല്ലേ നമ്മുടെ കുട്ടികൾ പറയും. ശരിക്കും ശ്രീരാമചന്ദ്ര സ്വാമിയുടെ പാദുകം എന്ന് പറയുന്നത് അതല്ലായിരുന്നോ? ചെരുപ്പായിരുന്നു. അല്ലെങ്കിൽ ആ പാദുകം എടുത്താണ്, മെതിയടി എടുത്താണ് പൂജിച്ചത്. നമ്മളുടെ ഇതുപോലെയുള്ള ഓരോന്നും, ഓരോ ആചാരങ്ങളും ഓരോ തത്വത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ നമ്മൾ തിരുവോണ ദിവസം വാമന ജയന്തിയായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വാമനമൂർത്തി എന്തിന് തൻ്റെ പാദം മഹാബലിയുടെ ശിരസിൽ സ്പർശിച്ചു? ഒരു ഗ്രന്ഥത്തിൽ പോലും എങ്ങോട്ടെങ്കിലും ചവിട്ടി താഴ്ത്തിയതായിട്ട് പറഞ്ഞിട്ടില്ല. എങ്കിൽ സ്പർശിച്ചിട്ടുണ്ട്. സ്പർശിച്ച പടം കണ്ടപ്പോൾ അമർചിത്ര കഥാകാരന് ചവിട്ടി താഴ്ത്തി എന്നുള്ള ഭാവന തോന്നിയതാണ്. നമ്മളുടെ ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ ദീക്ഷ പലതരത്തിലുണ്ട്. ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ 2 തരത്തിലുള്ള ദീക്ഷയുണ്ട്: ശാംഭവി ദീക്ഷ, ശക്തി ദീക്ഷ. ഈ ശാംഭവി ദീക്ഷയിൽ ചെയ്യുന്നത്, ഗുരു തൻ്റെ പാദം ശിഷ്യന്റെ ആ മൂർധാവിൽ സ്പർശിക്കും. അതോടുകൂടി ശക്തിപാദം സംഭവിക്കുകയും ഗുരുവിൻ്റെ ശക്തി ശിഷ്യനിലേക്ക് പകരും. ശക്തി നമുക്കറിയാം, ശക്തിപാദം പലതരത്തിൽ സംഭവിക്കും. സ്പർശദീക്ഷയുണ്ട്. ശ്രീരാമകൃഷ്ണ ദേവൻ ശരീരം വെടിയാറായപ്പോൾ സ്പർശദീക്ഷയിലൂടെ തൻ്റെ ശക്തി മുഴുവൻ വിവേകാനന്ദ സ്വാമിയിലേക്ക് പകർന്നു.
പിന്നീട് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നുണ്ട് ഇനി എന്നെ ഒരു കാശിനും കൊള്ളില്ല എന്ന്. ആ ശക്തിപാതമാണ് അവിടെ സംഭവിച്ചത്. അപ്പം ഈയിടെ എൻ്റെ വീട്ടിൽ ഒരു സാറ് വരികയുണ്ടായി. അപ്പം അവരുടെ ഒരു ഗുരുനാഥൻ്റെ പാതകം ആ പ്രദേശങ്ങളിലെല്ലാം വരുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന് അന്ന് പ്രസംഗമുണ്ട്. 1-2 കാര്യങ്ങൾ ചോദിക്കാനായിട്ട് വന്നതാണ്. അപ്പം അദ്ദേഹം അവരുടെ ഒരു സന്യാസി വര്യൻ്റെ പാതകമാണ്, ഇപ്പോൾ അദ്ദേഹം ഇല്ല. അപ്പം എന്നോട് ഓരോന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ സന്യാസി വര്യൻ ഉണ്ടായിരുന്നു, ഈ ആചാര്യൻ. അപ്പോൾ ഞങ്ങളെ എല്ലാവരെയും നിരത്തിരുത്തി അദ്ദേഹത്തിൻ്റെ പാതക പൂജയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഇദ്ദേഹം ഞങ്ങളുടെ എല്ലാവരുടെയും തലയിൽ പാദം വെച്ച് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞതിൽ പിന്നെയാണ് എനിക്ക് കുറച്ചുകൂടി പഠനത്തിലും ബുദ്ധിയൊക്കെ നല്ലതുപോലെ തെളിയാൻ തുടങ്ങിയതും. ഇന്ന് അദ്ദേഹം വളരെ വലിയ പൊസിഷനിൽ നിന്ന് റിട്ടയർ ആയതാണ്. എൻ്റെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചയും അദ്ദേഹം ഈ ശാംഭവി വിദ്യയെ മനസ്സിലാക്കി പറഞ്ഞതൊന്നുമല്ല. പക്ഷേ ഇവിടെ വാമനമൂർത്തി ഗുരുസ്ഥാനത്ത് നിന്ന് അടുത്ത ഇന്ദ്രനാകാൻ, അടുത്ത മന്വന്തരത്തിലെ ഇന്ദ്രനാകാൻ പോകുന്ന ആ മഹാബലിക്ക് വേണ്ട പരിശീലനം അല്ലെങ്കിൽ ആ ദീക്ഷ കൊടുക്കുകയാണ് ചെയ്തത്. വാമനമൂർത്തി ഗുരു ആണെന്നതിനെ നമുക്ക് വേറൊരു രീതിയിലും പറയാം. ഈ അഷ്ടമംഗല പ്രശ്നം വയ്ക്കുമ്പോൾ ദക്ഷിണാമൂർത്തി ഭഗവാനെ സങ്കല്പിച്ച് തുമ്പപ്പൂവാണ് വെക്കുന്നത്. ദക്ഷിണാമൂർത്തി ആദി ഗുരുവാണ്. ആദി ഗുരുവിൻ്റെ പുഷ്പം തുമ്പപ്പൂവാണ്. തുമ്പപ്പൂവിൻ്റെ ആകൃതി എങ്ങനെയാണ്? പാദത്തിൻ്റെ ആകൃതിയാണ്. അപ്പൊ ഗുരുവിന് പറ്റിയ പുഷ്പമാണ് തുമ്പപ്പൂ. ഇത് തന്നെയാണ് തൃക്കാക്കരയിലെ വാമനമൂർത്തിയുടെ പ്രധാന പൂജാപുഷ്പം. അതായത് വാമനമൂർത്തിയും അവിടെ ആരുടെ രൂപത്തിലാണ്? ഗുരുവിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ ഗുരുവിൻ്റെ പാദത്തിനുള്ള ഏറ്റവും വലിയ പ്രത്യേകതകൾ ഇതൊക്കെയാണ്. അപ്പോൾ ആ ഗുരുവിൻ്റെ പാദത്തിനെ നമസ്കരിക്കണം. ഇനി ഈ സ്തോത്രത്തിലെ കേശാദിപാദ വർണ്ണനയിൽ എങ്ങനെയാണ് ധ്യാനിക്കുക? അത് കേട്ട് കഴിയുമ്പോഴാണ് നമുക്കിത് എത്രമാത്രം എൻ്റെ ഭഗവാനെ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കുക. ആദ്യം ഈ ധ്യാനിക്കുമ്പോൾ അതിൻ്റെ ഉള്ള രീതി പറഞ്ഞു കൊടുക്കും. അപ്പം ആദ്യം എങ്ങനെയാണ്? കിരീടമാണെങ്കിൽ ഭഗവാന്റെ കിരീടത്തെ നിരന്തരമായിട്ട് ധ്യാനിച്ച് ധാരണ ഉറപ്പിക്കണം. എപ്പോൾ വിളിച്ചെഴുന്നേൽപ്പിച്ചാലും ആ ഭഗവാന്റെ കിരീടം നമ്മുടെ മനസ്സിലേക്ക് വരണം. അങ്ങനെ ധാരണ ഉറപ്പിച്ച് കഴിയുമ്പോൾ പറയും, ഇനി കിരീടത്തിനെ വിട്ടിട്ട് തിലകത്തിനെ ചിന്തിക്കാൻ പറയും. ഒന്ന്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാന്റെ ആ ഒരു കിരീടത്തിനെയാണ് വിടാൻ പറയുന്നത്. ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഒരു തരത്തിൽ ഉറപ്പിച്ചു കഴിയുമ്പോഴാണ് അതിനെ വിട്ടിട്ട് അടുത്തതിൽ ഉറപ്പിക്കാൻ പറയുന്നത്. അത് നന്നായിട്ട് ഉറച്ചു കഴിയുമ്പം അടുത്തത് പറയും. ഇങ്ങനെ വന്ന് അവസാനം ഇതെവിടെ വന്ന് നിൽക്കണം? പാദത്തിൽ വന്ന് ആ ശരണാഗതി ഭാവത്തിൽ നിൽക്കണം. ഇപ്പം ഏകദേശം ഇതാണ് സ്തോത്രത്തിലെ കേശാദിപാദ വർണ്ണന. ഭക്തി സ്തോത്ര ഗ്രന്ഥങ്ങളിലാണ് ഇങ്ങനെ കാണുക. ഇനി യോഗികളുടെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞു, അഷ്ടസിദ്ധികളും ഒക്കെ അല്ലെങ്കിൽ അഷ്ടാംഗ യോഗമൊക്കെ പരിശീലിക്കുന്ന യോഗികൾ തിരിച്ച് പാദാദികേശ വർണ്ണനയാണ്. അതിൻ്റെ ധാരണ അതിലും കഷ്ടമാണ്. കാരണം യോഗികൾക്കുള്ള രീതിയല്ലേ, പാദം തൊട്ട് തുടങ്ങും, എന്നിട്ട് നേരെ ശിരസ് വരെ എത്തും. പിന്നെ വീണ്ടും ശിരസിൽ നിന്ന് താഴെ വന്ന് ഭഗവാന്റെ പുഞ്ചിരിയിലെത്തും. പിന്നെ ഭഗവാന്റെ പുഞ്ചിരി ധ്യാനിക്കണം. പുഞ്ചിരി ധ്യാനിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ധ്യാനിക്കുക? ചുണ്ടോടുകൂടിയല്ലേ ധ്യാനിക്കാൻ പറ്റൂ. അത് കഴിഞ്ഞ് ചുണ്ടില്ലാത്ത പുഞ്ചിരിയെ ധ്യാനിക്കണം. എനിക്കറിയില്ല അതെങ്ങനെയാണെന്ന്, കാരണം നമ്മൾ അഷ്ടാംഗ യോഗം ഒന്നും ശീലിക്കുന്നില്ലല്ലോ. പക്ഷെ യോഗിമാരുടെ ധാരണ രീതി, ധ്യാന രീതി ഇതാണെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അതായത് ആ പുഞ്ചിരി മാത്രം ആ പ്രപഞ്ചത്തിൽ ഭഗവാന്റെ ആ മന്ദസ്മിതം നിറഞ്ഞു നിൽക്കുന്നതായിട്ട്, അതായത് സ്ഥൂലഭാവത്തിൽ നിന്ന് വന്ന് നമ്മൾ ആ സൂക്ഷ്മഭാവത്തിലേക്ക് നമ്മളുടെ ധ്യാനത്തിനെ കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയ. ഇത് നമ്മളുടെ ഭാഗവതത്തിൽ നോക്കിയാൽ ശ്രീശുകൻ പരീക്ഷത്തിന് 2-ാമത്തെ സ്കന്ധം 1-ാമത്തെ അധ്യായത്തിൽ ധ്യാനം പറഞ്ഞു കൊടുക്കുന്ന ഭാഗത്ത് ഇത് കൃത്യമായിട്ട് ഈ രീതിയിൽ ഏകദേശം പറയുന്നുണ്ട്. പിന്നെ കപില മഹർഷി ദേവഹൂതിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. 3-ാം അധ്യായം 28-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തേത് തൊട്ട് 13 ശ്ലോകങ്ങൾ, ശരിയാണെന്ന് തോന്നുന്നു സ്വാമിജിയുള്ളത് അല്ലേ? അങ്ങനെയുള്ള 13 ശ്ലോകങ്ങൾ പാദാദികേശ വർണ്ണനയാണ്. അമ്മയ്ക്ക് ഭഗവാന്റെ രൂപം എങ്ങനെ ധ്യാനിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഗംഭീരമായിട്ടുള്ള വർണ്ണനകളാണ്. ഇപ്പൊ സ്തോത്രം നമ്മൾ ചൊല്ലുമ്പോൾ ഇത്രയൊക്കെ മഹിമയൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമൊക്കെ തോന്നുമല്ലേ?
നമ്മൾ ചുമ്മാതിരുന്ന് ചൊല്ലാതെ എത്രയോ ഭാവങ്ങളൊക്കെ ഉൾക്കൊണ്ടാണ് ഈ ആചാര്യന്മാർ ഇതെല്ലാം രചിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ സന്തോഷം തോന്നും. ഇനി ശ്രീമദ് ഭാഗവതത്തിലെ ഒരു സ്തുതി എടുത്താൽ, ആദ്യത്തെ സ്തുതി എന്ന് പൊതുവെ എല്ലാവരും പറയുന്നത് കുന്തി സ്തുതി ആണെങ്കിലും അതിൻ്റെ മുന്നേ ചെറിയൊരു സ്തുതിയുണ്ട്, ഉത്തരാസ്തുതി. ഉത്തരയുടെയും നമ്മൾ സ്തുതി എന്നാണ് പറയുന്നത്. ഉത്തരാസ്തുതിയുടെ സാഹചര്യം പ്രഥമ സ്കന്ധത്തിൽ 8-ാം അധ്യായത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആദ്യത്തെ സ്തുതി ഉത്തരയുടെ സ്തുതി, രണ്ടാമത്തെ സ്തുതി കുന്തിയുടെ സ്തുതി. അപ്പോൾ ഭാഗവതം ശരിക്കു പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലേ? അതിൽ നിന്ന് സ്ത്രീകൾ മാറി നിൽക്കേണ്ട ആവശ്യമേ ഇല്ല. ഇനി ഈ 1-ാം അധ്യായം എങ്ങനെയാണ് തുടങ്ങുക? 1-ാം അധ്യായത്തിൽ അധ എന്ന് പറയുന്ന ഒരു വാക്കുകൊണ്ടാണ് തുടങ്ങുക. ഓം അധ എന്നുള്ള 2 പദങ്ങളും മംഗളവാചികളാണ്, ബ്രഹ്മാവിൽ നിന്നും നിർഗളിച്ച മംഗളവചനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ കെങ്കേമമായി. അല്ലെങ്കിൽ നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ഒന്നുകിൽ ഓം അല്ലെങ്കിൽ അധ വെച്ചു തുടങ്ങണം. ഇവിടെ പക്ഷേ അധ എന്ന് പറഞ്ഞിരിക്കുന്നത് അനന്തരം, അശ്വത്ഥാമാവിനെയൊക്കെ ഓടിച്ചു വിട്ട ശേഷം ഉള്ള കഥയാണ് പറയുന്നത്. ശ്രീകൃഷ്ണനും പഞ്ചപാണ്ഡവരും ദ്രൗപദി, സകൃഷ്ണ എന്നാണ്. അത് കൃഷ്ണന്റെ കൂടെയെന്നും പാഞ്ചാലിയുടെ കൂടെയെന്നും നമുക്ക് വേണമെങ്കിൽ എടുക്കാം. കൂടെ മറ്റ് സ്ത്രീകളോടൊപ്പം ഗംഗയുടെ തീരത്തേക്ക് തർപ്പണം ചെയ്യാനായിട്ട് പോയി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ സ്ത്രീകളെ മുന്നിൽ നടത്തിക്കൊണ്ട് എന്നാണ് അതിൽ പറയുന്നത്. അപ്പൊ സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. സ്ത്രീകളെ മുന്നിൽ നടത്തിക്കൊണ്ട് പോയി എന്നാണ് പറയുന്നത്. ഈ തർപ്പണം എല്ലാം ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് യുധിഷ്ഠിരനാകെ പ്രശ്നങ്ങളായി. യുദ്ധം തുടങ്ങിയപ്പോൾ ആർക്കായിരുന്നു പ്രശ്നം? അർജുനായിരുന്നു. യുദ്ധം കഴിഞ്ഞപ്പോൾ വേവലാതി മുഴുവൻ യുധിഷ്ഠിരനാണ്. താൻ ഒത്തിരി പാപം ചെയ്തിട്ടുണ്ട്, ശ്രീകൃഷ്ണനാവുന്നത് പറഞ്ഞു. ധർമ്മപുത്രരുടെ ഒരു കുഴപ്പം ഇതാണ്, തനിക്കൊരു കാര്യം ധർമ്മമാണ് ശരിയാണെന്ന് തോന്നിയാൽ അമ്പിനും വില്ലിനും അടുക്കില്ല. നേരെ മറിച്ച് അർജുനാണെങ്കിലോ തനിക്ക് എന്ത് തോന്നിയാലും ശരി കൃഷ്ണൻ പറയുന്നതാണ് തനിക്ക്. അതുകൊണ്ട് എന്താണ്, ഭഗവത്ഗീത കൃഷ്ണൻ അർജുൻ ഉപദേശിച്ചു കൊടുത്തു. അവസാന കാലം വരെ എവിടെ പോയാലും ചക്കയും മുളഞ്ഞിലും പോലെ ഒന്നിച്ചാണ്. ആ ഉദ്യോഗ പ്രവൃത്തില് കാല് പിടിച്ച് വന്നിരുന്നതല്ലേ. തലമാട്ടിൽ ദുര്യോധനും വന്നിരുന്നു, കാൽച്ചോട്ടിൽ അർജുനും വന്നിരുന്നു. പിന്നെ ഇവർ പിരിഞ്ഞിട്ടില്ല. പിന്നെ അങ്ങ് യുദ്ധം കഴിഞ്ഞ് ദ്വാരയ്ക്ക് പോയപ്പോഴും അർജുനെ കൂട്ടിക്കൊണ്ടുപോയി. നല്ല സീ ബ്രീസൊക്കെ, കടൽക്കാറ്റൊക്കെ കൊണ്ട് എപ്പോഴും ആ ഭഗവാന്റെ റൂമിന്റെ വെളിയിലാണ് കിടപ്പ്. അത്രമാത്രം ക്വാളിറ്റി ഉണ്ട്. പക്ഷെ യുധിഷ്ഠിരനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഈ യുദ്ധമൊക്കെ ചെയ്തെന്ന് വെച്ച് രാജാവിന് സ്വന്തം ശരീരം നോക്കാതെ ശത്രുക്കളെ പരാജയപ്പെടുത്തണം. അവർക്ക് വേദന ഉണ്ടായാലോ അവരുടെ സാധനങ്ങളൊക്കെ നശിച്ചു പോയാലോ ഒന്നും ഒരു പാപവും ഇല്ല. ഒന്ന് പറഞ്ഞാൽ കേൾക്കില്ല. അവസാനം പുരോഹിതന്മാരെല്ലാം വന്ന് പറഞ്ഞു, ഒരു രക്ഷയില്ല, അമ്പിനും വില്ലിനും എടുക്കുന്നില്ല. അപ്പൊ പറഞ്ഞു, ഇനി ഒന്നുകൊണ്ട് സമാധാനം ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? അശ്വമേധയാഗം ചെയ്താൽ മതി. അങ്ങനെ പണ്ടുള്ള ആചാര്യന്മാരൊക്കെ ചെയ്തിട്ടുണ്ട്. ഉടനെ യുധിഷ്ഠിരൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരശ്വമേധം പോരാ, 3 അശ്വമേധയാഗം നടത്തണം. ഒന്ന് തന്നെ നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ, അല്ല, ഇവിടെ ഒരു സത്രം നടത്തണമെങ്കിൽ എത്രമാത്രം അധ്വാനം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാ ഇവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് ഓരോരുത്തര്. അപ്പോ 3 അശ്വമേധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര വലിയ അധ്വാന. പക്ഷെ ചാടി പറഞ്ഞു, ഞാൻ ബന്ധു വധം ചെയ്തിട്ടുണ്ട്, ഗുരുവധം ചെയ്തിട്ടുണ്ട്, രാജവധം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് 3 അശ്വമേധ നടത്തണം. അവിടെ കൃഷ്ണൻ ചോദിച്ചു, എൻ്റെ യുധിഷ്ഠിര ഇതെങ്ങനെ ചെയ്യും? കൃഷ്ണനല്ലേ ഉള്ളത്, അത് നേരെ കൃഷ്ണന്റെ തലയിലേക്ക് ഇട്ടു കൊടുത്തു. എന്താണേലും കൃഷ്ണൻ വേണ്ട, ശ്രീകൃഷ്ണൻ വേണ്ട കാര്യങ്ങളെല്ലാം ധനമൊക്കെ റെഡിയാക്കി കൊടുത്തു. അപ്പോഴാണ് എത്ര കാലം കൊണ്ടാണ് ഇത് തീരുക? ഇത്ര വലിയൊരു അശ്വമേധം 3 നടത്തണമെങ്കിൽ അപ്പൊ ഇതെങ്ങനെ നടത്തുന്നു ചോദിച്ചു. അപ്പൊ ശ്രീകൃഷ്ണൻ പറഞ്ഞു, പുരോഹിതന്മാരോട് ചോദിച്ചോളൂ. അപ്പൊ പുരോഹിതന്മാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ കൂടുതൽ പുരോഹിതരിരുന്നിട്ട് ഒരു മന്ത്രം 3 തവണ ചൊല്ലാം, 3 ഇരട്ടി ദക്ഷിണയും തന്നാൽ മതി. അപ്പൊ 3 യാഗം ചെയ്തതിന് തുല്യമായി. ഇങ്ങനെയൊക്കെയാണ് ശ്രീരുദ്രം, ഏകാദശരുദ്രം ഒക്കെ നമ്മൾ നടത്തുക. 11 ഹൃത്തിക്കുകൾ ഇരുന്നിട്ട് അവരെല്ലാവരും 11 പ്രാവശ്യം ചൊല്ലും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് വിധിയുണ്ടെന്ന് നമുക്ക് ഇങ്ങനെ നോക്കിയാലും മനസ്സിലാവും. അങ്ങനെ അശ്വമേധമൊക്കെ യാഗം ചെയ്യാനെല്ലാം തീരുമാനിച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ശ്രീകൃഷ്ണൻ എന്നാൽ ഇനിയാണെങ്കിൽ വീട്ടിൽ പോയി ഭാര്യയും പിള്ളേരെയൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിച്ച് പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോഴാണ്
പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ നാണ്യം ത്വദഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം അഭിദ്രവതി മാമീശ ശരസ്തപ്തായസോ വിഭോ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യതാം. ഇവിടെ ആദ്യം തന്നെ ഉത്തര എന്തു പറഞ്ഞുകൊണ്ടാണ് ഭഗവാനെ വിളിക്കുന്നത്? ഉത്തരയുടെ ഗർഭത്തിലേക്ക് അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം അയച്ചു. ആ കുലത്തിലെ അവസാനത്തെ തരിയാണ്. അശ്വത്ഥാമാവ് പകരം അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അയച്ചത്. ഉത്തര ആരാണ്? ഉത്തരയുടെ ഭർത്താവാണ് അഭിമന്യു, അല്ലേ? അഭിമന്യുയുടെ അമ്മ ആരാണ്? സുഭദ്ര. സുഭദ്ര ആരാണ്? ശ്രീകൃഷ്ണന്റെ സഹോദരി, അല്ലേ? അപ്പൊ ശരിക്കു പറഞ്ഞാൽ ആരാണ്? അമ്മാവനാണ്, അല്ലേ? ആ അമ്മാവനെ എന്താണ് വിളിക്കുന്നത്? പാഹി പാഹി മഹായോഗിൻ. ഇന്ന് ഈശ്വരാംശമുള്ളവർ നമ്മുടെ കുടുംബത്തിൽ ജനിക്കുമ്പോൾ പലപ്പോഴും നമുക്കത് തിരിച്ചറിയാൻ പറ്റാറില്ല. ചിലർ തിരിച്ചറിയുകയും ചെയ്യുന്നു. ഇപ്പം അമൃതാനന്ദമയി അമ്മയുടെ കാര്യമെടുക്കുക. വള്ളിക്കാവിലെ അമ്മയുടെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി. പക്ഷേ ആ നാട്ടിലുള്ള എത്ര പേർക്ക് മനസ്സിലായി? എത്ര മാത്രം ഉറച്ച ഭക്തി ഉണ്ടെങ്കിലാണ് ഭഗവാനെ തിരിച്ചറിയാൻ സാധിക്കുക. കാളീദേവിയുടെ അവതാരമായിട്ടുള്ള അമ്മ ഇവിടെ ഇരിക്കുന്നു. ഭഗവാൻ ശ്രീ സത്യസായി ബാബ ശിവശക്തിയായ യുക്തോ എന്ന് പറയുന്നത് പോലെ ശിവനും ശക്തിയും ചേർന്ന് അവതാരം വന്നു. കുടുംബത്തിലുള്ളവർക്ക് ഭഗവാന്റെ മഹത്വം മനസ്സിലായി. പക്ഷെ എത്ര പേർക്ക് അത് മനസ്സിലായി? ഇവിടെ സ്വന്തം അമ്മാവനാണ്. പക്ഷെ ശ്രീകൃഷ്ണന്റെ അവസ്ഥ ഇതിലൊക്കെ പരിതാപകരായിരുന്നു. അമ്മയെ കാണാൻ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നു. ഭഗവാൻ സത്യസായി ബാബയെ കാണാൻ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നു. ശ്രീകൃഷ്ണനെ ഭഗവാനാണെന്ന് കണ്ടവർ പഞ്ചപാണ്ഡവരും കുറച്ച് ഗോപികമാരും ഉദ്ധവരും അക്രൂരും ഇങ്ങനെ കുറച്ചു പേരല്ലേ ഉള്ളൂ. ഭഗവാന്റെ അവസ്ഥ വളരെ കഷ്ടമായിരുന്നു. അത് ഭഗവാന്റെ അല്ല, നമ്മളുടെ മനസ്സിന്റെ അവസ്ഥയാണ്. പക്ഷെ ഇവിടെ ഈ കുട്ടി വിളിച്ചതെന്താണ്? പാഹി പാഹി മഹായോഗിൻ. എല്ലാ യോഗികളിലും വെച്ച് പരമയോഗിയായിട്ടുള്ളവനെ. അമ്മാവ ചേട്ടാ എന്നൊന്നുമല്ല. കൃത്യമായിട്ട് ഉത്തരയ്ക്ക് വ്യക്തമായിട്ടുള്ള ബോധമുണ്ട് താൻ ആരെയാണ് വിളിക്കുന്നത്. ബ്രഹ്മാസ്ത്രം വരുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും വലിയ കുരുക്ഷേത്ര യുദ്ധം ജയിച്ച പഞ്ചപാണ്ഡവരവിടെയുണ്ട്. അവരുടെ അടുക്കൽ പോയാൽ പോരെ, അല്ലേ? പക്ഷെ കൃത്യമായിട്ട് എത്രമാത്രം ആ കുട്ടിക്ക് ബോധ്യമുണ്ടായിരുന്നു എന്ന് ആലോചിക്കുക. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ. ആലോചിച്ച് നോക്കിയല്ലേ ആ ഭാവം. നമുക്ക് തന്നെ ആലോചിക്കുമ്പോൾ ആ ഉത്തരയുടെ ഭാവം നമുക്കുണ്ടാകണേന്ന് തോന്നിപ്പോവും. ജഗത്പദേ, ഈ ജഗത്തിൻ്റെ അഖിലാണ്ടകോണ്ടി ബ്രഹ്മാണ്ട നായകൻ എന്നൊക്കെ പറയുന്ന പോലെ എത്രയോ ബ്രഹ്മാണ്ടങ്ങളുടെ ഈ ജഗത്തിൻ്റെ നായകനായിട്ടുള്ള ഭഗവാനെ എന്നാണ് വിളിക്കുന്നത്. എൻ്റെ ഗർഭത്തിലേക്ക് ഇതാ വളരെ ചൂട് പിടിച്ച ഈ അസ്ത്രം വരുന്നു. എൻ്റെ ഗർഭത്തിനെ അലസിപ്പിക്കരുതേ, എൻ്റെ ജീവൻ പോയാലും എൻ്റെ ഗർഭത്തിനെ രക്ഷിക്കണേ എന്നാണ് പ്രാർത്ഥിച്ചത്. സമ്പൂർണ്ണ ശരണാഗതി, അല്ലേ? ഇതും ശരണാഗതിയാണ്, ഇതും സ്തോത്രമാണ്. നമ്മൾ രണ്ടാമത്തേതായിട്ട് പറഞ്ഞത് എന്തെങ്കിലും കാര്യസാധ്യത്തിനായിട്ടുള്ള പ്രാർത്ഥന, അതും സ്തോത്രമാകാം. ഇവിടെ എന്താണ്? തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് ഉത്തര ഒരു സ്തോത്രം ചൊല്ലുന്നു. പാഹി പാഹി മഹായോഗി എന്നുള്ളത് ഗർഭിണികളായിട്ടുള്ളവർ ഈ സ്തോത്രം ചൊല്ലുന്നത് വളരെ വിശേഷമാണ്. ഞാൻ ഗർഭിണിയായപ്പോൾ മുഴുവൻ സമയവും ഇതാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. അതിന് കാരണം ഇത് എൻ്റെ ജീവിതാനുഭവമാണ്. എനിക്ക് 4 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഗർഭിണിയായത്. ഗർഭിണിയാകുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് ചിക്കൻ പോക്സ് വന്നു. അത് അമ്മയുടെ അനുഗ്രഹം. പക്ഷേ ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഉടനെ കുട്ടിയെ കിട്ടുമെന്ന് പറയില്ല. അപ്പം അവർ പറഞ്ഞു 3 മാസമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് സ്കാനിങ്ങിൽ ഈ പ്രഗ്നൻസിയുടെ ഏർലി സ്റ്റേജ് ആണെങ്കിൽ കുട്ടി ഒന്നുകിൽ ലഭിക്കും അല്ലെങ്കിൽ കിട്ടില്ല. കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ കുഞ്ഞിന് അംഗവൈകല്യങ്ങൾ ഉണ്ടാകാം. അപ്പം ഹാർട്ട് ബീറ്റ് കിട്ടണമെങ്കിൽ 3 മാസം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എത്രയോ കാലം കൂടി എൻ്റെ ഭഗവാനെ ഒന്ന് കുഞ്ഞിനെ കാണാൻ പോവുകയാണ്. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥ, അതും ഭഗവത് നിശ്ചയം എന്ന് വിചാരിച്ചു. അപ്പോഴാണ് അന്നത്തെ രാധാ അന്തർജനവും സപ്താഹ ആചാര്യന്മാരുണ്ട്, ഇവരെല്ലാവരും നമ്മുടെ വീട്ടിലാണ് എല്ലാവരും താമസിക്കുക. അപ്പം എല്ലാവർക്കും നമ്മുടെ എല്ലാ സ്റ്റേജുകളും അറിയാം. ഗുരുവായൂരപ്പദാസ സ്വാമികളൊക്കെ സ്ഥിരം നമ്മുടെ വീട്ടിലാണ്. അമൃതാനന്ദമയി അമ്മയാണെങ്കിലും എല്ലാവരും വരാറുണ്ട്. അപ്പം എന്താന്ന് വെച്ചാൽ അന്ന് എന്നോട് പറഞ്ഞു ഈ ഉത്തരാ സ്തുതി ചൊല്ലുക എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് സ്തുതികളും കൂടി ഉണ്ട്, ഇതെല്ലാം ചൊല്ലിത്തന്നു. അപ്പം ഞാൻ സ്ഥിരമായിട്ട് ഇത് ചൊല്ലുമായിരുന്നു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ലാതെ കിട്ടി. അപ്പം ഞാനിവിടെ നിന്ന് പറയുന്നത് ഒരു പ്രഭാഷണത്തിന് വന്ന് നിൽക്കുന്നത് പോലെയല്ല, ഇതെൻ്റെ അനുഭവം തന്നെയാണ്. ഉള്ളിൽ തട്ടി വിളിച്ചാൽ ഭഗവാൻ വിളി കേൾക്കും. ഈ പ്രഭാഷണത്തിനായിട്ട്
ഈ പ്രഭാഷണത്തിനായിട്ടാണ് ഞാൻ ഈ ശ്ലോകം കാണാൻ പഠിച്ചു വന്നെങ്കിൽ ഉറപ്പായിട്ട് മറന്നുപോയേനെ. ഞാനിത് ഒത്തിരി കാലം ഉപാസിച്ച മന്ത്രമാണ്. ഇനി ഗർഭത്തിൽ കിടക്കുന്ന പരീക്ഷത്തിന് എന്താ തോന്നിയത്? ഗർഭത്തിൽ കിടക്കുന്ന പരീക്ഷത്ത് നോക്കിയപ്പോൾ ഉണ്ട് അങ്കുഷ്ടം മാത്രമായിട്ട് ഒരാള് അകത്തോട്ട് കയറി വരുന്നു. തൻ്റെ നേർക്കൊരു തീക്ഷ്ണമായിട്ടുള്ള അസ്ത്രം വരുന്നു. പക്ഷെ തൻ്റെ അടുക്കലേക്ക് എത്തുന്നതിന് മുമ്പ് വേറൊരാൾ ഇതിനെ കാണുകയും എന്ത് ചെയ്യുന്നു? ചക്രം കൊണ്ട് അതിനെ ഇല്ലാതെയാക്കുകയും ചെയ്തു. അപ്പൊ പരീക്ഷിച്ചു വിചാരിച്ചു, ഇതാരാണ്? താൻ കണ്ട സമയത്ത് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇയാൾ തൻ്റെ കൂടെ ഉള്ളതായിരിക്കണം, തൻ്റെ സഹോദരനായിരിക്കണം, തൻ്റെ കൂടെ ഗർഭത്തിലുണ്ട്. പക്ഷെ തനിക്കിതിനെ തടയാൻ കഴിയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് എങ്ങനെ തടയാൻ കഴിഞ്ഞു? പിന്നെ തനിക്ക് ചക്രം ഇല്ലല്ലോ, അദ്ദേഹത്തിന് എങ്ങനെ ചക്രം വന്ന ആയുധമൊക്കെ? അപ്പൊ അന്ന് തൊട്ടേ സംശയങ്ങളും പരീക്ഷണമാണ് മനസ്സിൽ. ഇതെന്താണ് ഇങ്ങനെ 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 എന്നുള്ളത്. പിന്നെയാണ് ആ പരീക്ഷിത്ത് ജന്മം എടുക്കുന്നത് അല്ലേ, ആ കുലത്തില്. അപ്പം ഇങ്ങനെയുള്ള ഗംഭീരമായിട്ടുള്ള ഒരു സ്തുതിയാണ് ഉത്തരാസ്തുതി. അത് കഴിഞ്ഞിട്ട് അധികം 9ാമത്തെ ശ്ലോകം തൊട്ടാണ് ഉത്തരാസ്തുതി. അത് കഴിഞ്ഞിട്ടാണ് കുന്തി സ്തുതി വരുന്നത്. കുന്തി സ്തുതിയിലോ, കുന്തിക്ക് ആരാണ്? ശ്രീകൃഷ്ണൻ തൻ്റെ സഹോദരൻ്റെ പുത്രനാണ്, വാസുദേവൻ്റെ അല്ലേ. അപ്പോൾ ഈ കുന്തി ദേവിയുടെ ചരിതം അധികമൊന്നും ഭാഗവത്തിൽ കാണാൻ പറ്റില്ല. ഏറ്റവും പ്രധാനമായിട്ട് കാണാൻ പറ്റുന്നത് ഈ കുന്തി സ്തുതിയിലാണ്. കാരണം ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മഹിമകൾ വർണ്ണിക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുന്തി സ്തുതി ഇവിടെയാണ് വരുന്നത്. ഭഗവാൻ എന്നാ ഉത്തരയെ രക്ഷിച്ചല്ലോ, ഇനി രഥത്തിലൊക്കെ കയറി പോയേക്കാന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഭഗവാൻ പോവുകയാണെന്നറിഞ്ഞപ്പോൾ വീണ്ടും കുന്തി ഓടി വരുന്നത്, കുന്തി ദേവി. അപ്പൊ കുന്തി ദേവി ആദ്യം തന്നെ സ്മരിക്കുന്നത് എന്തായിട്ടാണെന്നറിയോ? ഭഗവാനെ ആദി പുരുഷനായിട്ടാണ്. എന്നാലോചിച്ച് നോക്കിയാൽ തൻ്റെ മരുമോനാണ്, തൻ്റെ സഹോദരനായിട്ടുള്ള വാസുദേവന്റെ പുത്രനാണ്. ഉത്തരയുടെ പോലെ എത്ര മാത്രം ആ ഭക്തിഭാവം, ഇത് ജഗതോദ്ധാരകനാണ് എന്നുള്ള ഭാവം കുന്തിക്കുണ്ടായിരുന്നു എന്ന് ആലോചിക്കുക. വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കണം. പെട്ടെന്ന് എൻ്റെ ചേച്ചി ഇവിടെ വന്നിരിപ്പുണ്ട്, ഞാൻ കണ്ടില്ലായിരുന്നു, ചേച്ചിയും ചേട്ടനും. അപ്പോൾ ആ കുന്തി ദേവിയുടെ ഭാവം ഒന്ന് ആലോചിക്കുക. കുന്തി പറയുന്നത് ആദിപുരുഷൻ എന്നാണ് പറയുന്നത്. ആ ഭഗവാൻ ആരാണെന്ന് തനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നമ പങ്കജനാഭായ നമ പങ്കജമാലിനെ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാഘ്രേ. വളരെ ചുരുക്കി പറയാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുന്തി പറയുന്നത് എന്താണ്? വിപത സന്തുന ശശ്വ തത്ര തത്ര ജഗദ്ഗുരു എന്നാണ് പറയുന്നത്. എന്ന് ആലോചിച്ച് നോക്കിയേ, വിപത്തുകള് എനിക്ക് അടിക്കടി ഉണ്ടായിക്കോട്ടെ. ഇവിടെ ഒരു കാര്യം ആലോചിച്ചോണം, ദുഃഖം ഉണ്ടാകട്ടെ എന്നല്ല, വിപത സന്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിപത്തുകൾ ഉണ്ടായിക്കോട്ടെ. കുന്തിയോ ശരിക്കും പറഞ്ഞാൽ നല്ല സ്മാർട്ട് ലേഡിയാണ്. കാരണം കുന്തി പറയുന്നത് എന്താപത്തുണ്ടായാലും ഭഗവാൻ രക്ഷിക്കുന്ന ഉറപ്പുണ്ട്. പിന്നെ ആപത്തിനെ പറ്റി ഞാൻ എന്തിനു പേടിക്കണം? മാത്രമല്ല ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഭഗവാന്റെ ദർശനവും കിട്ടും. അത്രയും കാലം ഭഗവാന്റെ കൂടെ ചുറ്റിപ്പറ്റി നടക്കാം. എന്നാൽ ആദ്യ സമയത്ത് ഭഗവാനെ കാണുമ്പോൾ ഇങ്ങനെയല്ല കുന്തി പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യകാലത്ത് പറയുമ്പോൾ ഭഗവാനെ എൻ്റെ പിള്ളേർക്ക് എന്തോ ഒരു കഷ്ടപ്പാടാണ്, അവരെന്തുമാത്രം നോക്കിയേ കാട്ടിൽ പോയി അലയുന്നു, അതാണ് ഇതാണെന്ന് പറയുമ്പോൾ ഭഗവാൻ പറഞ്ഞു, കുന്തി നിന്റെ പുത്രര് ചെറിയ ആളുകളൊന്നുമല്ല. ഈ എന്തെങ്കിലും ചെറിയ വിജയം കിട്ടുമ്പോൾ തുടക്കത്തിലേ ആഹ്ലാദിക്കുന്നവർ, മധ്യത്തിൽ ആഹ്ലാദിക്കുന്നവരൊന്നും ശരിയായിട്ടുള്ള ആ ധീരന്മാരല്ല. ധീരന്മാർ ഏറ്റവും അവസാനം മാത്രമേ സന്തോഷിക്കൂ. അതിൻ്റെ ഇടയ്ക്ക് അവർ വിശ്രമിക്കില്ല. ഹനുമാൻ സ്വാമി ഏറ്റവും നല്ല ഉദാഹരണമല്ലേ. വഴിയിൽ സമുദ്രം കടക്കുമ്പോൾ വഴിയിൽ നമ്മളെ പോലെ പറവച്ചാണോ പോയത്? അല്ല, ആ ലക്ഷ്യത്തിലേക്ക് കുതിച്ചു എന്നൊക്കെ പറഞ്ഞ് അന്ന് ശ്രീകൃഷ്ണൻ ആ സമാധാനിപ്പിച്ച കുന്തിദേവി എന്ന് പറയുകയാണ്, നിനക്ക് സ്വന്തം അമ്മയെക്കാളും എന്നോടാണ് സ്നേഹം. നിന്റെ അമ്മയുടെ എത്ര കുട്ടികൾ മരിച്ചുപോയി, എൻ്റെതേ 5 കുട്ടികൾ ഇവിടെ നല്ല പയറുപോലെ ഇരിക്കുന്നു. അപ്പൊ ഏത് തരത്തിൽ നോക്കിയാലും കുന്തിദേവിക്കും ബന്ധുക്കളൊക്കെ പോയിട്ടുണ്ട്. സ്വന്തം മൂത്ത പുത്രനായിട്ടുള്ള കർണം പോയി, കുന്തിഭോജൻ പോയി, യുധാജിത്ത് പോയി, പേരക്കുട്ടികൾ പോയി. പക്ഷേ അവിടെയും കുന്തി എന്താണ്? ഭഗവാന്റെ അതിൻ്റെ മുകളിലുള്ള അനുഗ്രഹം. ആ ദ്രൗപദി അരക്കില്ലത്തുനിന്ന് രക്ഷിച്ചു ദ്രൗപദിയെ, അല്ലേ? ആ ദുർവാസാവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷിച്ചു. എവിടെ നോക്കിയാലും നിന്റെ അമ്മയെക്കാളും കൂടുതൽ, നിന്റെ മാതാപിതാക്കളെയും കൂടുതൽ നീ എന്നെയാണ് രക്ഷിച്ചിരിക്കുന്നത് എന്ന് പറയാണ്. അതുകൊണ്ട് നീ എത്ര വേണമെങ്കിലും എനിക്ക് ആപത്തുകൾ തന്നോളൂ. പക്ഷെ ഈ കുന്തിയുടെ അവസാന ഭാഗം നമ്മളൊന്ന് മനസ്സിലാക്കണം. കുന്തി എത്ര വലിയ ഭക്തയായിരുന്നു എന്ന് മനസ്സിലാകണമെങ്കിൽ കുന്തിയുടെ അവസാനം എന്തായിരുന്നു എന്നറിയണം. യുദ്ധം എല്ലാം കഴിഞ്ഞിട്ട്
ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് പോയി. കുറേ കാലം കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ജരയുടെ അമ്പേറ്റ് ശ്രീകൃഷ്ണൻ സ്വധാമത്തിലേക്ക് പോയി. അർജുനുണ്ട്. അർജുന് തിരിച്ചു വളരെ ക്ഷീണിതനായിട്ട് ഇവിടെ എത്തി. അർജുൻ ആരോടും വിവരം പറയാൻ പറ്റുന്നില്ല. കുന്തിദേവിക്ക് അറിയാം മകൻ എത്തിയിട്ടുണ്ടെന്ന്. അപ്പൊ കുന്തിദേവി ഇങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. എന്തിനാണ്? ശ്രീകൃഷ്ണന്റെ വിശേഷമൊക്കെ അറിയാൻ. ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. രാത്രി വന്ന് തന്നെ നമസ്കരിച്ച് 5 കുട്ടികളും ലൈനായിട്ട് തന്നെ വന്ന് നമസ്കരിച്ചിട്ട് മാത്രമേ കിടക്കാൻ പോവുള്ളൂ. അന്ന് ആരെയും കണ്ടില്ല. പ്രത്യേകിച്ച് അർജുനാണെങ്കിൽ ഒരു വലിയ യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അമ്മയോട് വിശേഷമൊക്കെ പറയേണ്ടതല്ലേ. അർജുനെയും കാണുന്നില്ല. അന്ന് രാത്രി മുഴുവൻ ഉറക്കളച്ച് കഴിച്ചു കൂട്ടി. എന്താണ് അർജുനൻ വരാത്തത് എന്ന് ഓരോ ശബ്ദം കേൾക്കുമ്പോഴും അർജുനാണോ എന്ന് നോക്കും. അടുത്ത ദിവസം രാവിലെ ആയിട്ടും അർജുനെ കാണുന്നില്ല. അപ്പം എന്ത് ചെയ്തു? വേഗം കുളിച്ച് റെഡിയായി അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങിയപ്പോഴാണ് യുധിഷ്ഠിരനും അർജുനും കൂടി വരുന്നത്. വളരെ ക്ഷീണിച്ച അവസ്ഥയിലാണ് അർജുനൻ വരുന്നത്. അപ്പൊ വന്ന ഉടനെ കുന്തി ചോദിക്കുന്നുണ്ട്, എന്നാലും നീ എന്തുകൊണ്ടാണ് ഇന്നലെ വരാത്തത്? ഞാനാണെങ്കിൽ കാത്തിരിക്കുകയായിരുന്നു. ശ്രീകൃഷ്ണൻ എന്തുകൊണ്ട് വിശേഷം? എൻ്റെ സഹോദരൻ വസുദേവന് സുഖമാണോ? എന്നെ പോലെ തന്നെ കിടപ്പിൽ വല്ലതാണോ? കിടക്കയിലൊക്കെ കുറച്ച് കിടപ്പാണോ? അതോ അവൻ എഴുന്നേറ്റ് സ്വന്തം കാര്യമൊക്കെ ചെയ്യാൻ പറ്റുമോ? നമ്മൾ ആങ്ങളമാരെ പറ്റിയൊക്കെ അന്വേഷിക്കില്ലേ? അപ്പം അതുപോലെയൊക്കെ ചോദിക്കുക, വസുദേവർക്ക് എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ, അല്ലേ? ഹൗ ആർ യു എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പം അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് ശ്രീകൃഷ്ണൻ എന്ത് പറയുന്നു, അവിടെയുള്ളവരൊക്കെ എന്ത് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ ചോദിച്ചപ്പോഴും അർജുൻ ഒന്നും പറയാൻ പറ്റണില്ല. അപ്പം യുധിഷ്ഠിരൻ പറഞ്ഞു, അമ്മേ, ശ്രീകൃഷ്ണൻ സ്വധാമത്തിലേക്ക് പോയിട്ട് ഇന്നേക്ക് 10 ദിവസമായി എന്ന് പറയുകയാണ്. ഇത് കേട്ടതോടുകൂടി കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള 2 വിളി, അതായത് കൃഷ്ണ അതാ ഞാനും വരുന്നു എന്നുള്ള വിളി. അത് കഴിഞ്ഞൊരു വാക്ക് പറഞ്ഞു, നീ ഭൂമിയെ വിധവയാക്കിയല്ലോ കൃഷ്ണ എന്ന് പറയും. അവിടെ കുഴഞ്ഞു വീണ് മരിക്കുകയാണ് ചെയ്യുന്നത്. ഭൂമിയെ നീ വിധവയാക്കിയല്ലോ, എന്തു വലിയൊരു ആഴത്തിലുള്ള വാക്കാണ് അല്ലേ എന്ന് പറഞ്ഞ് കുന്തിദേവി ശരീരം വെടിയുന്നു. അത് കഴിഞ്ഞിട്ട് വളരെ ആഘോഷമൊന്നും ഇല്ലാതെയാണ് പരീക്ഷത്തിൻ്റെ രാജ്യഭാരം നടത്തുന്നത്. കാരണം അർജുനൊക്കെ കുന്തിദേവിയെ മടിയിലിട്ട് വിലപിക്കുന്നുണ്ട്. അമ്മ മരിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ്. അവിടെ വെച്ചാണ് യുധിഷ്ഠിരനൊക്കെ തീവ്ര വൈരാഗ്യം വരുന്നത്. കാരണം എന്താണ്? അവരൊക്കെ ചോദിക്കുന്നു, നമുക്കെന്താണ് ഭക്തിയുള്ളത്? ഈ ശ്രീകൃഷ്ണൻ സ്വധാമത്തിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടും നമ്മളിവിടെ തണ്ടും തടിയായിട്ടിരിക്കുകയാണ്, ഭൂമിക്ക് ഭാരമായിട്ട്. യുധിഷ്ഠിരൻ പറയുകയാണ്, എൻ്റെ ജീവൻ ഒരു കുഴപ്പവും സംഭവിച്ചില്ല, അപ്പം എനിക്ക് അത്രേ ഭക്തിയുള്ളൂ എന്നല്ലേ അർത്ഥം? അമ്മ നോക്കിക്ക് എത്ര വലിയ ഭക്തിയായിരുന്നു. ശ്രീകൃഷ്ണൻ സ്വധാമത്തിലേക്ക് പോയി എന്ന് പറഞ്ഞ ആ നിമിഷം തന്നെ അമ്മയുടെ ശരീരം ഭഗവാനിൽ ലയിച്ചു എന്ന്. അപ്പം ആ കുന്തിദേവിയെ പറ്റി അറിയണമെങ്കിൽ കുന്തിദേവിയുടെ സ്തുതി ആഴത്തിൽ ഉള്ളിൽ നിന്ന് വന്നതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ കുന്തിയുടെ ഈ അവസാന ഭാഗം മനസ്സിലാക്കിയാലേ പറ്റൂ. അപ്പം എത്ര മാത്രം ആഴത്തിലുള്ള ഭക്തി ആ കുന്തിദേവിക്കുണ്ടായിരുന്നു. അവരുടെ പാദങ്ങളിലല്ലേ നമ്മൾ നമസ്കരിക്കേണ്ടത്. പിന്നീടാണ് ആഘോഷപൂർവമല്ലാതെ ആ പരീക്ഷത്തിൻ്റെ രാജ്യഭാരമൊക്കെ നടത്തുന്നത്. ഇവിടെ കുന്തിയുടെ സ്തുതി ഏതു രൂപത്തിലുള്ളതായിരുന്നു? ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് വേണമെങ്കിൽ വിപത്തുകൾ വന്നോട്ടെ എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിലും ഭഗവാന്റെ ആ മഹിമാവർണ്ണനം, അല്ലേ, നമ്മ പങ്കജനാഭായ എന്നൊക്കെ പറയുമ്പോൾ ഭഗവാന്റെ മഹിമാവർണ്ണനമാണ്. കുറച്ചു കഴിഞ്ഞാൽ ബ്രഹ്മസ്തുതിയുണ്ട്. ബ്രഹ്മസ്തുതിയിൽ ആ പശുക്കളെയെല്ലാം കൊണ്ട് ഞാൻ ചുരുക്കി ഒരു വാക്കിൽ പറയാം, പശുക്കളെയൊക്കെ അപ്രത്യക്ഷമാക്കി കഴിഞ്ഞിട്ടുള്ള വത്സസ്തേയത്തിൻ്റെ ഭാഗത്തിൽ എല്ലാം അപ്രത്യക്ഷമാക്കി. ബ്രഹ്മാവിന് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, ഭഗവാന് മായയുമായിട്ട് ബന്ധമുണ്ടോ, ഭഗവാൻ മായാമോഹിതനാണോ എന്ന് അറിയണം. ശരിക്കു പറഞ്ഞാൽ ആ ഭാഗവതം തുടങ്ങുന്ന ഭാഗത്ത് സൃഷ്ടിചരിതം പറയുമ്പോൾ ബ്രഹ്മാവ് പറയുന്നുണ്ട്, ശരിക്കു പറഞ്ഞാൽ ഇത് മുഴുവൻ ഭഗവാനാണ് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്, ഞാൻ വെറുതെ നിന്നു കൊടുക്കുന്നേ ഉള്ളൂ, അല്ലേ? ചില ആളുകൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ അമ്മമാർ പറയും, ഇത് മുഴുവൻ മോളുണ്ടാക്കിയതാ. അടുക്കളയിൽ എങ്ങനെയായിരുന്നു? അമ്മ കൂടെ നിന്ന് ചീനച്ചട്ടി എടുത്ത് വെക്കും, മോളെ എണ്ണ ഒഴിക്ക്, കടുകിട്, 1 സ്പൂൺ ഇട്, ഇങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കും. ചെയ്യിച്ചു കഴിഞ്ഞിട്ടോ ആൾക്കാർ വന്ന് വിളമ്പി കൊടുക്കുമ്പോഴോ മോളുണ്ടാക്കിയതാ ഇതെല്ലാം. ഇതുപോലെയാണ് ജഗദീശ്വരൻ ബ്രഹ്മാവിനെ കൊണ്ട് ഈ സൃഷ്ടിയെല്ലാം ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് തനിക്കൊരിക്കലും അഹങ്കാരം ഉണ്ടാകാൻ പാടില്ലേ എന്ന് ബ്രഹ്മദേവൻ തന്നെ സ്തുതിക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയാം, കുറേ കാലം ഈ സൃഷ്ടിയൊക്കെ ചെയ്തേ താൻ അതിൽ കുറച്ച് കേമനാണെന്ന് തോന്നി. നമുക്കും അങ്ങനെയല്ലേ? കുറേ കാലം എല്ലാം തന്നെ ചെയ്യുമ്പോൾ ഗുരുവിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇനി എനിക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ഭാവം. അപ്പോഴാണ് ഭഗവാൻ നല്ലതുപോലെ പഠിപ്പിച്ചത്, അല്ലേ? ഭഗവാൻ ഈ കുട്ടികളെയും ഗോപന്മാരെയും എല്ലാം അപ്രത്യക്ഷരാക്കി. ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം ഇവിടെ 1 വർഷമായി. അത് കഴിഞ്ഞ് ബ്രഹ്മാവ് നോക്കുമ്പോൾ താൻ അപ്രത്യക്ഷരായവരെല്ലാം ഇവിടെ അതുപോലെ നിൽക്കുന്നു.
ഭഗവത് സ്വരൂപം. അമ്മമാർക്കാണെങ്കിൽ തൻ്റെ കുട്ടികളുടെ രൂപത്തിലാണെങ്കിൽ പോലും അത് വൈഷ്ണവ തേജസ് അല്ലേ, അതുകൊണ്ട് വളരെയധികം സ്നേഹം, എന്തൊക്കെയോ ചൈതന്യം തോന്നും. ആ ഭഗവാൻ കൃഷ്ണനെ എല്ലാ അമ്മമാരും കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു. അങ്ങനെ അവസാനം സമസ്താപരാധം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സ്തുതി, ഇതും സ്തുതിയാണ്. ആ ബ്രഹ്മസ്തുതി അതെന്താണ്? തെറ്റ് ചെയ്തതിന് പ്രായശ്ചിത്തമായിട്ട് ബ്രഹ്മദേവൻ ഭഗവാന്റെ ആ എന്താ പറയുക, അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകനാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സ്തുതി. ഇങ്ങനെ എത്ര ഗംഭീരമായിട്ടുള്ള സ്തുതി. അക്രൂരൻ്റെ സ്തുതി, ഗജേന്ദ്രൻ്റെ സ്തുതി, മാർക്കണ്ഡേയൻ്റെ സ്തുതി, ഭീഷ്മരുടെ സ്തുതി, അല്ലേ? ധാരാളം സ്തുതികൾ, ഏറ്റവും കുറഞ്ഞത് 10-32 സ്തുതികളുണ്ട്. അപ്പം ഈ സ്തുതികളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ആ സ്തുതിക്കുന്നവരുടെ ഹൃദയമാണ്, ആ മനോഭാവമാണ്. അപ്പോൾ നമ്മൾ ചൊല്ലുമ്പോഴും എന്ത് വേണം? അതേ മനോഭാവത്തോടു കൂടി ഈ സ്തുതികളെ എല്ലാം നമ്മൾ ചേർത്ത് വെക്കണം. അതിനായിട്ട് ജഗതീശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു.